ഹായ് ഫ്രണ്ട്സ്, ടൈലറിംഗ് ക്ലാസ് നമ്പർ 47ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതേ മഞ്ജു വാര്യറിൻ്റെ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ ഫുൾ പാർട്ട് ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തമ്പനയിലുള്ള പോലത്തെ. അപ്പോൾ നമ്മൾ ബാക്ക് ലൈനിങ് ഉണ്ട്, ലൈനിങ് ഒന്ന് ഹാഫ് ലൈനിങ് കൊടുത്തിട്ടുള്ളൂ, അത് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്ക് പോർഷനാണ് എടുത്തിരിക്കുന്നത്. നെക്കിൻ്റെ വിഡ്ത്ത് വന്നിട്ട് ഒരു 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്. കഴുത്തിൻ്റെ ഇറക്കം ബാക്കിന് ഒരു 4 ഇഞ്ച് വേണമെങ്കിൽ കൊടുക്കാൻ, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതെ ഞാനൊരു 4 ഇഞ്ചോളം ഇങ്ങനെ കൊടുത്തെടുക്കുന്നുണ്ട്. ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഈ ഒരു നെക്ക് പാറ്റേൺ വരുന്നത്. തമ്പനയിൽ കാണുന്ന പോലത്തെ നെക്കാണ് നമ്മളിൽ ചെയ്യുന്നത്. ബാക്ക് പോർഷൻ നമ്മളെടുത്തത് മാറ്റിയിട്ടുണ്ട്. ടൈലറിംഗ് ക്ലാസ് നമ്പർ 47 ആണ് കേട്ടോ. അത് 2-3 ദിവസമൊക്കെ ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് ക്ലാസ്സിൻ്റെ. ഈ ഫ്രണ്ട് പോർഷന് നമ്മളെ ലൈനിങ് കണ്ടോ, ലൈനിങ് ഇത്ര അറ്റാച്ച് ചെയ്ത് 14 ഇഞ്ച് ലെങ്ത്തിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഫ്രണ്ട് പോർഷന് തുണി നമ്മൾ നടുവൊന്ന് മടക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ലൈനിങ് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം സ്ലിറ്റിൻ്റെ അവിടെയൊക്കെ ലൈനിങ് കൊടുക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നമ്മൾ 3.5 ഇഞ്ച് കഴുത്തിൻ്റെ അകലം കൊടുത്തിട്ടുണ്ട്. കഴുത്തിൻ്റെ ഇറക്കം നോക്കിക്കോളൂ. കഴുത്തിൻ്റെ ഇറക്കം നമുക്ക് ഇതിലിപ്പോൾ ഞാൻ എൻ്റെ തല കറക്റ്റായിട്ട് നിങ്ങൾക്ക് കയറുന്നുണ്ട്, ഞാൻ ഇട്ട് കാണിക്കുന്നുണ്ട്. അതിൽ 7.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ തയ്ച്ച് വരുമ്പോൾ 8 ഇഞ്ചായിട്ട് വരും. പക്ഷേ ഷോൾഡർ വീണ്ടും പിടിച്ചു പോകുമ്പോൾ വീണ്ടും 7.5 തന്നെ നിൽക്കും. അപ്പോൾ 1/2 ഇഞ്ച് താഴെയും നമ്മൾ വിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കാം. എളുപ്പത്തിലുള്ളൊരു കോളർ നെക്കാണേ. പക്ഷേ ഞാൻ എൻ്റെ കോളറിൽ കുറച്ച് വീതി കൂട്ടിയിട്ടുണ്ട്. ഈ ഒരു തമ്പനയിലെ കോളറിൽ അത്രയും വീതിയില്ല. അതിൻ്റെ വിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ കോളർ കട്ട് ചെയ്യണ സമയത്ത്. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ തന്നെ ഫോളോ ചെയ്ത് ഇതിലൊന്നും വ്യത്യാസം വരുത്തരുത്. കട്ട് ചെയ്തെടുക്കാം. താഴെ നമ്മൾ 1/2 ഇഞ്ചാണ് സ്ട്രെയിറ്റ്, ബാക്കി ഒരു വി ഷേപ്പിൽ വരും. ടൈലറിംഗ് ക്ലാസ് നിർത്തിയിട്ടൊന്നുമില്ല, നമ്മളൊരു വീട്ടിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കൊണ്ടാണ് ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും സ്റ്റിച്ചിങ് പാർട്ടുകളൊക്കെ ഒറ്റടിക്കിടാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷനാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ശേഷം നമ്മൾ ബാക്ക് പോർഷൻ്റെ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ബാക്ക് പോർഷൻ എടുത്തിട്ട് അതിൻ്റെ ഈ ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശത്ത് ഇതിങ്ങനെ ചേർത്ത് വെച്ച ശേഷം 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ ഫ്രണ്ട്സ് ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടേപ്പ് വെച്ചിട്ട് എത്ര ലെങ്ത്ത് വേണം ഇതിന് എന്ന് നോക്കാം. അപ്പോൾ എക്സാക്ട് ലെങ്ത്ത് എടുക്കുക, അതിനുശേഷം കൂടുതൽ നമുക്ക് കൂട്ടിയെടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളത് ഇങ്ങനെ വെച്ച ശേഷം ഒരു 4 ഇഞ്ച് കോളറിൽ ആ ഒരു നെക്കിൽ നിന്നൊരു 4 ഇഞ്ച് പുറകോട്ട് വെക്കാണ് ടേപ്പ് വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ചുറ്റും വെച്ചിട്ട് ഇത് കണ്ടോ, ഒരു 4 ഇഞ്ച് വിട്ടിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട്. ഫുള്ളായിട്ട് എടുക്കുമ്പോൾ 24 വരെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ 27, 28 എത്രയാണ് 25 വന്നിട്ടുണ്ട്. സോ ഞാനൊരു 29 ഇഞ്ച് നീളത്തിൽ എടുക്കണ്ട കേട്ടോ. കണ്ടോ, 29 ഇഞ്ച് നീളത്തിലും വീതി വന്നിട്ട് 3.5 എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീതി വന്നിട്ട് ഒരു 2.5 വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ചെറിയ കോളർ കിട്ടും. ഞാനിപ്പോൾ ഇതിൽ 3.5 എടുത്തിട്ട് നടുവേ മടക്കിയിട്ടുണ്ട്. ഇത് നല്ല കട്ടി ആയതുകൊണ്ട് ഉള്ളിൽ ലൈനിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വി ഷേപ്പ് നെക്ക് തുടങ്ങയിൽ നിന്നും ഒരു 1.5 ഇഞ്ചോളം തുണി താഴ്ത്തി വെക്കുക. എന്നിട്ട് തയ്ച്ച് വരിക. തയ്ച്ച് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഈ കറക്റ്റ് ആ താഴെയുള്ള ആ നെക്കിൻ്റെ നിന്നും 4 ഇഞ്ച് താഴ്ത്തിയിട്ട് തയ്ച്ച് തുടങ്ങണം. നമ്മൾ തുണി ഒരുപാട് ഇറക്കി, ഒരു 1.5 ഇഞ്ച് തുണി ഇറക്കി വെക്കണം. പക്ഷേ ഇത് കണ്ട് ഇവിടെ ആ പോയിൻ്റാണ് ശ്രദ്ധിക്കേണ്ടത്. കറക്റ്റ് പോയിന്റിൽ നിന്നും ഒരു 4 ഇഞ്ച് കൂടെ ഇറക്കി സ്റ്റിച്ചിങ് തുടങ്ങണം. എന്നിട്ട് ഇതുപോലെ തയ്ച്ച് വരിക. നോക്കിക്കേ, ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തുണി ഒരു 1.5 ഇഞ്ചോളം താഴ്ത്തിക്ക് വെച്ചിട്ടുണ്ട്. പക്ഷേ നെക്കിൽ നിന്നും ഒരു 4 ഇഞ്ച് കൂടി താഴ്ത്തിയിട്ടാണ് സ്റ്റിച്ചിങ് തുടങ്ങി വരുന്നത്. ഓക്കെ, എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് വരാം. കറക്റ്റ് നെക്ക് നമ്മുടെ നെക്കിൻ്റെ പോയിന്റിൽ നിന്നും തുടങ്ങാതെ ഒരു 4 ഇഞ്ച് താഴ്ത്തുനിന്ന് തയ്ച്ച് വരിക. ഫുള്ളായിട്ട് തയ്ച്ച് വരാം കേട്ടോ. ഇപ്പം ഒരുപാട് തിന്നായിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഉള്ളിൽ ഇതുപോലൊരു ലൈനിങ്ങോ ക്യാൻവാസോ കൊടുത്തെടുക്കേണ്ടി വരും. ഇത് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്. ഞാൻ ഇട്ട് കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ട്. ഇത് ഹാൻഡ്ലൂം ക്ലോത്ത് ആയതുകൊണ്ട് നല്ല സ്റ്റിഫ് ഉണ്ട് ഇതിന്. അതുകൊണ്ടാണ് ഈ ഒരു മെറ്റീരിയൽ 1 മീറ്റർ 59 രൂപയാണ് കേട്ടോ. ഞാൻ 2.5 മീറ്റർ എടുത്തു. നല്ല വീതിയുണ്ട് സംഭവം. അപ്പോൾ ഇങ്ങനെ തയ്ച്ച് ഇതിൽ കൂടെ വന്നിട്ട് ഇനി നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ ശ്രദ്ധിച്ചോളൂ. അവസാനിപ്പിക്കുമ്പോഴും നമുക്ക് 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് തയ്ച്ച് വന്നിട്ട് കറക്റ്റ് നെക്ക് അവസാനിക്കുന്ന ഭാഗത്തല്ലാണ്ട് ഒരിത്തിരി താഴെ സ്റ്റിച്ച് കൊണ്ടുവന്ന് നിർത്തുക. കണ്ടോ, ഇതിപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന്
കണ്ടോ കുറച്ച് കൂടി താഴോട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ നെക്കിൽ നിന്നും 1/4 ഇഞ്ച് ഇറക്കി, കണ്ടോ ഇറക്കി കൊണ്ടുവന്ന് തയ്യൽ നിർത്തിയിട്ടുണ്ട്. ഈ തുണി കുറച്ചുകൂടി നമ്മളുടെ ഈ കോളർ കുറച്ചുകൂടി ലെങ്ത്തിലാണ് താഴെ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനിയുള്ളത് ശ്രദ്ധിച്ചോളൂ. ഇനി ഇതിൻ്റെ ഈ കോളറിൻ്റെ നടുക്ക് ഈ ഒരു നെക്കിൻ്റെ 2 സൈഡും ഒരു സ്ക്വയർ പോലെ ഉണ്ടല്ലോ, ആ സ്ക്വയർ പോലെ അതെ ഇങ്ങനെ സൈഡിക്കൊന്ന് കട്ട് ചെയ്യുക. തയ്യൽ തട്ടരുത് ആ തയ്യൽ തുമ്പിൽ. അതിനാണ് ഞാൻ പറഞ്ഞ 1/4 ഇഞ്ച് ഇറക്കി തയ്ക്കാൻ പറ. അപ്പോൾ അവിടെ ഒരു തയ്യലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പം എൻ്റെ കൈ മറിഞ്ഞിട്ട് കാണുന്നില്ല, അത് ഞാൻ അടുത്ത് വെച്ച് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഉള്ളിലോട്ടേക്ക് അങ്ങോട്ട് മടക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതായത് 1/2 ഇഞ്ച് ഭാഗം ഉള്ളിലോട്ട് മടക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെയാണ് ഇത് ഇരിക്കുന്നത്. കണ്ടോ തയ്യൽ കണ്ടോ താഴെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. നമ്മൾ 2 സൈഡും ഇങ്ങനെ സൈഡ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു തുണിഞ്ഞ് ഇങ്ങോട്ട് ഉള്ളിലാക്കി. കണ്ടോ ആ കട്ട് ചെയ്ത് വെച്ച തുണിഞ്ഞങ്ങോട്ട് ഉള്ളിലോട്ട് ആക്കിയ ശേഷം ഈ 2 കോളറിനെയും നേരെ അതിൻ്റെ ഉള്ളിലോട്ടേക്ക് ആക്കിയിട്ട് കൈ കൊണ്ടൊന്ന് ഒതുക്കിയെടുക്കുക. കൈ കൊണ്ട് ഒതുക്കിയെടുത്താലേ ശരിയാവുള്ളൂ. കണ്ടോ ഇങ്ങനെ വെച്ച് കൈ കൊണ്ട് നമ്മൾ ഒതുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോ ഞാൻ വളരെ സ്ലോ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. കണ്ടോ ഇപ്പോൾ കൈ പിടിച്ചാക്കുന്നതുകൊണ്ട് കറക്റ്റ് ആവുന്നില്ല. അപ്പോൾ അത് കറക്റ്റാക്കി നമ്മൾ ആദ്യം 2 സൈഡ് കട്ട് ചെയ്ത ടോപ്പിൽ ആ നെക്കിൻ്റെ ഭാഗത്തിൻ്റെ ആ തുണി ഉള്ളിലോട്ട് മടക്കി വെച്ചു. അതിനുശേഷം ഈ കോളറിൻ്റെ തുണി കറക്റ്റ് ഉള്ളിലോട്ട് നമ്മൾ വെച്ച ശേഷം തയ്ച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ വെച്ച് നോക്കി മെല്ലെ ചെയ്യുക, ധൃതി പിടിച്ച് ചെയ്യരുത്. കണ്ടോ ഈ 2 നെക്കിൻ്റെ പീസും ഉള്ളിലോട്ടേക്ക് ആക്കിയത് കണ്ടോ നോക്കിക്കേ, ഞാൻ തയ്ച്ചിട്ടില്ല. അതെ കണ്ടോ ഇങ്ങനെ ആക്കി 2 കോളറിനെയും ഉള്ളിലോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതെ അതിനാണ് നമ്മൾ 2 സൈഡ് കട്ടിട്ട് കൊടുത്തത്. ഇനി നമുക്ക് അവിടെ നിന്ന് മൊത്തത്തിലൊന്ന് അടിച്ചു വരാം. അപ്പോൾ ഒന്നും കൂടി ഞാൻ ഇതിനെ ഉള്ളിലോട്ട് തള്ളിക്കൊടുക്കാനാണ് കറക്റ്റായിട്ട്. അതായത് നമ്മൾ ആ ടോപ്പിൻ്റെ നെക്കിൻ്റെ ഭാഗത്ത് 2 സൈഡ് കട്ടിട്ട തുണി ഒന്നുകൂടി ഒന്ന് ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് തയ്ച്ച് വരിക. ഇതിൽ ഇത്ര മാത്രമേ മെയിനായിട്ടുള്ളൂ ഈ കോളർ. പിന്നെ ബാക്കി ഇതിൽ ഞാൻ പറഞ്ഞ ഷോൾഡറിലെ ലെങ്ത്ത് കൂട്ടിയെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ചെടുക്കരുത്, കാരണം ഇതിൽ ഞാൻ എക്സ്ട്രാ എടുത്ത ഷോൾഡർ ലെങ്ത്ത് ഒന്നും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല. നമുക്ക് അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റ് വരും. കോളർ ചുരിദാർ വരുമ്പോൾ ഷോൾഡറിൻ്റെ നമുക്ക് എത്രയാണ് ഷോൾഡർ എടുക്കുന്നത് അതിനെക്കാട്ടി ഒരു 1.5 ഇഞ്ച് കൂട്ടി ഷോൾഡർ എടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഇറുക്കം വരും നമ്മുടെ ഷോൾഡറിന്. അപ്പോൾ അതേ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ തയ്ച്ചെടുക്കണ്ടേ. അതുപോലെ തന്നെ ബാക്ക് നെക്ക് നമുക്ക് ചിലവർ ബാക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് ബാക്ക് നെക്ക് കട്ട് ചെയ്യാതെ ചെയ്യാറുണ്ട്. അങ്ങനെ നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇതിലൊരു 4 ഇഞ്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ചിലവർ ബാക്ക് നെക്ക് കട്ട് ചെയ്യാതെ തന്നെ ആണ് ചെയ്യാറുള്ളത്. ഇനി നമുക്ക് ആ ഫ്രണ്ടും ബാക്കും ജോയിൻ ചെയ്ത ഭാഗത്ത് കണ്ടോ അവിടെ ഒന്ന് ആ തയ്യലിൽ തട്ടാതെ തയ്യൽ തുമ്പിൽ ഒന്ന് കട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ നെക്കൊന്ന് കുറച്ച് ഒന്ന് വഴങ്ങിയിരിക്കത്തുള്ളൂ. കണ്ടോ അതെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് ടേണിങ്ങിൻ്റെ അവിടെ, അതായത് ഫ്രണ്ട് വശത്തുനിന്ന് ബാക്ക് വശത്തേക്കുള്ള ടേണിംഗ് ഇല്ലേ, ആ ടേണിങ്ങിൻ്റെ അവിടെ കണ്ട ആ ഒരു പോയിന്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഉൾവശത്ത് ഞാൻ കൈ പിടിച്ചവിടെ കണ്ടോ അതെ ആ ഒരു ഭാഗത്തിൻ്റെ ഉൾവശത്താണ് നമ്മൾ തയ്യലിലാണ് കട്ട് ചെയ്ത് കൊടുത്തത്. തയ്യലിലല്ല തയ്യൽ തുമ്പിൽ. ഇനി നമുക്ക് ഇതും കൂടി തയ്ച്ച്, അതായത് തയ്യൽ തുമ്പിനെ നമ്മൾ ടോപ്പിൻ്റെ സൈഡിലേക്ക് ആക്കിയിട്ട് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ തയ്യൽ ഇങ്ങനെ മേലേക്ക് കയറി വരും. അപ്പോൾ തയ്യൽ തുമ്പൊന്ന് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വന്ന് ഇപ്പുറത്തേക്കും വന്നിട്ട് കണ്ടോളൂ. അപ്പോൾ ടൈലറിംഗ് ക്ലാസ് നമ്പർ 46 ഇതിൻ്റെ കട്ടിംഗ് വീഡിയോ ഉണ്ട്. ടൈലറിംഗ് ക്ലാസ് നമ്പർ 47 ഇതിൻ്റെ ഫുൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഉണ്ട്. ഇപ്പോൾ ഒരു ട്രെൻഡ് ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈനാണ്. അപ്പോൾ ഇത് തയ്ച്ചെടുത്തിട്ടുണ്ട്, നെക്ക് മാത്രം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചിലർ പറയും തല കയറില്ല, ഞാനിതിൽ ഇട്ട് കാണിക്കേണ്ട തല കയറുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇനി നമുക്ക് സ്ലീവ് രണ്ടും ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല ഈ വീഡിയോയിൽ. സ്ലീവ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നെക്ക് നല്ല ഫിനിഷിംഗ് ഉണ്ട് ഉള്ളിൽ കണ്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബോഡി സൈഡ് ക്ലോസ് ചെയ്ത് സ്ലിറ്റ് അടിക്കാം കേട്ടോ. ബാക്കിയുള്ളത് സ്ലിറ്റ് കുർത്തിയാണത്. അപ്പോൾ സാധാരണ പോലെ നമ്മൾ ഓൾറെഡി ഇതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് ക്ലാസ്സുകളിൽ. അപ്പോൾ രാത്രി 11:30 കണ്ടോ. രാത്രി 11:30 ഞാൻ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ കാര്യമായി ഒരുങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇട്ട് കാണിക്കേണ്ടത്. തല കയറാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഈ ഒരു അളവ് നിങ്ങൾ എടുത്താൽ മതി. പിന്നെ കോളറിൻ്റെ ലെങ്ത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം കേട്ടോ. ഞാനൊരു 3.5 പകരം നിങ്ങൾക്ക് 2.5 എടുക്കാം. അപ്പോൾ ഇത്രയും വിഡ്ത്ത് ഉണ്ടാവില്ല കോളറിന്. അപ്പോൾ ഒരുപാട് ചെറിയ കോളറാണെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല ഇടാനായിട്ട്. അതാണ് ഞാൻ ഇങ്ങനെ എടുത്തത്. ഡെപ്ത്തൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അത് നോക്കിക്കാൻ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട്.